ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഉപ്പാൻ്റെ കൂടെ വല വീശാൻ പോവാണ്. നമ്മൾ അണ്ണശ്ശേരി എന്ന സ്ഥലത്തേക്കാണ് പോണത്. മീൻ കിട്ടുമോയെന്നൊന്നും അറിയില്ല, പോയൊക്കെ എന്തായാലും. അപ്പോൾ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലയൊക്കെ ശരിയാക്കിക്കൊണ്ട് കെട്ടി വെക്കുകയാണ്. എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുകയാണ്. ചെറിയ പാച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ തുന്നി കൂട്ടുകയാണ്. നല്ല മീൻ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാൻ നെണ്ടിനെയും പിടിക്കേണ്ടി കേട്ടാ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ബുള്ളറ്റിലാണ് പോണേ, ബൈക്കിൽ. നിറച്ചും കച്ചറാക്കിയിരിക്കണം ഇവിടെ ഞാനും പോകുന്നുണ്ട് കേട്ടാ. അപ്പോൾ ചാക്കിൽ വല നിറച്ചിക്കണേ. വല ഇറക്കണു. അപ്പോൾ നെണ്ടിനെ പിടിക്കാനുള്ള കൊള്ളി അതിൽ ഇടാൻ പറ്റൂല എന്നാ പറയുന്നത്. ഞാൻ എന്നാലും കൊണ്ടുപോയി ഇത് തന്നെ കോരിവെള്ള അതിൽ കൊള്ളിച്ച്. എന്നാലും എന്നോട് പറഞ്ഞു കൈ പിടിച്ചോളാ എന്ന് പറഞ്ഞു. ഓനെ വണ്ടിമ കെട്ടിക്കൊണ്ടിരിക്കാൻ, ഊരി പോയിരിക്കാൻ വണ്ടിയിൽ കയറിയിരിക്കണേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്താണ് നിൽക്കുന്നത്. കുറച്ചും കൂടി പോവാണ്ട്. സ്ഥലം എത്തിക്കണ്. ഏതൊരു കാട്ടിൻ്റെ അവിടേക്കൊക്കെ പോണത്. നല്ല വെള്ളമാണ്. ഇന്ന് മീൻ കിട്ടാൻ സാധ്യത തന്നെയോ. അമ്മാതിരി വെള്ളമാണ്. എങ്ങനെ മീൻ കിട്ടാനാ? മഴ, നല്ല മഴ. വല വീശിക്കണ്. മീൻ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങോട്ട് പോവാനും പറ്റൂല, കടക്കാനും പറ്റൂല. തോടൊക്കെ കടന്ന് പോയി മീൻ പിടിക്കണം. മീൻ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പറയട്ടെ. വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല കേട്ടോ, മീൻ ഇല്ലാന്നാ തോന്നുന്നത്. സാധനം ഒന്നും ഉണ്ടാത്തത്. ഞാനും അവർക്ക് പോയിട്ടുണ്ട്. അടുത്ത വല വീശിയതാണ്. അതിൽ മീൻ ഉണ്ടോ നോക്കാം നമുക്ക്. അത് മുന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല കച്ചറയും ചരളിയും ഉണ്ട്. അതില് 2 മീനുണ്ട്. ഒരു വലിയ ഏതൊരു മീനും ഉണ്ട്. പായമ്പുത്തി എന്ന് പറഞ്ഞൊരു മീനും അതേപോലത്തെ മീനൊക്കെ ഉണ്ട്. ചെറിയ മീനുകളാണ്. ഇപ്പോൾ വല ഇവിടെ താഴത്തിട്ടിരിക്കുകയാണ്. പരത്താൻ വയ്യ. അടുത്ത വീശലിന് പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ വീശുന്നത്. നമുക്ക് പോയി നോക്കാം. എവിടേക്കാണോ വീശാൻ പോകുന്നത്? എവിടേക്കാണ്? വീശിയിട്ടുണ്ട്. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് പുതിയ മോഡൽ വല ആയതുകൊണ്ട് കുറച്ച് പണിയുണ്ട് ഇത് വലിച്ച് കയറ്റണമെങ്കിൽ. നോക്കി ഇതിൻ്റെ ഇതെന്താ അപ്പോൾ ഇത് ഇതിലും മീനില്ല. ഇന്ന് പറഞ്ഞില്ലേ മീൻ കിട്ടാൻ സാധ്യതയില്ല. വെള്ളം നല്ല ഉണ്ട്, പിന്നെ മഴയാണ്. അതുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യതയില്ല.
അപ്പോൾ വലിയ ഒരു തോട് കടന്നിട്ട് അപ്പുറത്ത് പോയിട്ട് മീൻ പിടിക്കാൻ. അപ്പോൾ തലക്കെ പോയിക്കണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്കും പോയി നോക്കാം. അവിടെ വല്ല മീൻ കണ്ടിട്ട് അങ്ങോട്ട് പോയി നോക്കാം. മീൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്. അവിടെയൊക്കെ ഇതാവുണ്ട്, ഇളക്കണമൊക്കെ ഉണ്ട് മീനിൻ്റെ. മീൻ കിട്ടാ. വല വീശാൻ പോകുന്നു. വീശുന്ന് തോന്നിട്ടാ. വീശിക്കണ്. വീശി മീൻ കിട്ടാൻ സാധ്യത ഉണ്ട്. നമുക്ക് പോയി നോക്കാം. അതാണ്ട് ഒരു കാടുമായിട്ട് ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. മീൻ കിട്ടി. ഇവിടെ വന്ന് ആർച്ചും പരുന്ത് ഇതൊക്കെ വല വീശിന് കണ്ടിട്ട് പരുന്തൊക്കെ വന്നു. വേറെ വല വീശല്. അവിടുന്ന് കുറച്ച് മീൻ കിട്ടി. ഇനി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നു. നമുക്ക് ഇവിടെ നോക്കാം. വള്ളത്തിൽ ഇറങ്ങിയിട്ട് വല വീശാനാല. എന്തോ തട്ടിക്കണ ഇളകിക്കണോന്നൊക്കെ പറയുന്നുണ്ട്. വലിച്ചു നോക്കട്ടെ. മീൻ ഉണ്ടെങ്കിൽ പറയാം. വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. നോക്കാം. കയറിയിട്ടുണ്ട്. നോക്കാം. വല താഴത്തിടണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. നീളത്തിൽ വലിച്ചു കെട്ടണം. മാലാനുണ്ട് കേട്ടോ. അതില് കുറച്ച് വലുപ്പമുള്ള മാലാനുണ്ടായിരുന്നു. ഒന്നും പാടി വീസാൻ പോകണം. അടുത്ത വേറെ സ്ഥലത്ത് വീസ വേറെ വളർത്താനയ്യ. നീ കിട്ടിയില്ലെങ്കിലും വേണ്ടി വീസ ഒരു 10 വീസലെങ്കിലും വീസെങ്കിലും ആകെ. വലയിൽ ഈർക്കളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാണ് ആ കാട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ വള്ളത്തിൽ ഇറങ്ങണമെന്ന്. അതാണ് ഇപ്പോൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വീശുക. കൈ അടക്ക് ഇങ്ങനെ നനക്കണം കേട്ടാ. എന്നാലേ ഞങ്ങൾക്ക് ഒരു ഉസാറുണ്ടാവും. വല വലിക്കട്ടെ. മീൻ കിട്ടോ ഇല്ലേ നമുക്ക് എന്തായാലും അറിയാലോ. വല വലിച്ചു കയറ്റിട്ടാ. ചെറിയ മീൻ അത് പൂവുള്ള കാട്ടലാണ് ചളിയിട്ട് ഇതാക്കുന്നത്. വല നീർത്തണം, നീളത്തിൽ ഉണ്ടാക്കണം. പാട്ടാടുന്നൊക്കെ ഉണ്ട്. ഒരാൾ വലിയ പാട്ടുകാരനാണ്. പാട്ടാടുന്നൊക്കെ ഉണ്ട്. വലിയ വല വീശുന്നവരും പാട്ടുകാരനൊക്കെ. വലിയ ചെമ്മീൻ കിട്ടിയിരിക്കുന്നു മൂപ്പരാൾക്ക്. അതാവും കാണിച്ചു തരാൻ സമ്മതിക്കില്ല. ഒക്കെ വേഗം അയക്കിടുക. വല ഇനി എന്തെങ്കിലും മീൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടും. ഈർക്കളി, കൊള്ളിക്കമ്പ് ഇതേപോലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കണം. എന്താ താഴത്ത് വെക്കണ്. അതാ ചെറിയ മീനുണ്ട്, അതിനൊക്കെ വെറുക്കില്ല. അതാ അടുത്ത വീസലിന് നമ്മൾ ഉഷാറാണ് ആള്.
എവിടെയും കിട്ടൂല വീശാരന്. നമ്മൾ ബൈക്ക് കൂടി പോകുമ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. ഇതിലൊന്നും ഫുള്ള് മേലൊക്കെ ചളിയാണ്. ഈ വല ഇട്ടിട്ട് ചളിയിൽ മേത്ത് ഫുള്ള് ചളിയാണ്. വല ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുക. കയറിയിട്ടുണ്ട്, നോക്കാൻ വേണ്ട. ഇത് ഒരു മീനും ഇല്ല. ഇതിലൊരു മീനും ഇല്ലെന്ന് പറഞ്ഞ ഒരു മീനില്ല. അതിൽ വല ശരിയാക്കാതിരിക്കാൻ പറ്റില്ല. അതാ ഒരു ചെറിയ മീൻ ഉണ്ട് കേട്ടോ, കുഞ്ഞാപ്പി മീൻ ഉണ്ട്. അതാ ആ ഈർക്കളി കുടുങ്ങിക്കണ്, എടുക്കണ്. അടിയിലത് ചെറിയൊരു മീൻ വീണെടുക്കും. ഒക്കെ നിങ്ങൾ കൊണ്ടുപോകും വീട്ടിക്ക്. കിടക്കുന്നുണ്ട് കേട്ടോ ചെറിയ മീൻ. അതാ ഈർക്കളി ഇതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഈർക്കളി ഒന്ന് വലമ്പോ പാടി, അപ്പൊ വരക്കൂലല്ല. നമ്മളെ മീനാളെ അങ്ങോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത്രയും ചെറിയ മീനാളാണ്. ഞങ്ങൾ വീട്ടിൽ പോവാൻ നിൽക്കാണ്. നടന്നുകൊണ്ടിരിക്കുക. അവിടെ എത്തണ്ട. നമ്മളെ വണ്ടി അതാ കാണുന്നു, ബുള്ളറ്റ് അവിടെ നിർത്തിക്കാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. വല കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിക്കണ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയ ഒരു നെണ്ട് ഉണ്ട്. ഇമ്മയാണ് ഇത് ചാക്കിലാക്കല് പാത്രത്തിലാക്കലൊക്കെ ചെയ്യാം. ഇതാ നോക്കിക്കോളി എത്ര മീൻ കിട്ടിയിരിക്കണെന്ന്. ആകെ 2-3 മണിക്കൂർ നിന്നിട്ട് കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ.